പോലീസുകാരനായ ഗുണ്ട വീണ്ടും എത്തുന്നു. മലയാള സിനിമയിലെ ഏറ്റവും സ്റ്റൈലിഷായ ആന്റി ഹീറോ പോലീസ് വേഷങ്ങളിലൊന്നാണ് കാരിക്കാമൂർ ഷൺമുഖൻ. 2004 രഞ്ജിത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബ്ലാക്ക് എന്ന സിനിമയിലൂടെയാണ് ഈ കഥാപാത്രം മലയാള സിനിമാ പ്രേമികളിലേക്ക് എത്തുന്നത്. എന്നാൽ ഇപ്പോഴിതാ 22 വർഷങ്ങൾക്ക് ശേഷം സംവിധായകൻ രഞ്ജിത്ത് ഒരുക്കുന്ന പുതിയ സിനിമയിൽ ഷൺമുഖൻ വീണ്ടും എത്തുന്നു. നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സാധാരണ പോലീസുകാരനല്ല ഷൺമുഖൻ. കൊച്ചിയിലെ ഗുണ്ട നേതാവ് ഡേവിഡ് കാർലോസുമായി അടുത്ത ബന്ധമുള്ള ക്രിമിനലുകളുടെ രീതിയിൽ തന്നെ നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ. ഒരു പോലീസുകാരൻ എന്നതിലുപരി പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളായാണ് ഷൺമുഖനെ സിനിമയിൽ കാണുന്നത്. ഷൺമുഖനെ ആരാധകർക്ക് പ്രിയപ്പെട്ടതാക്കിയത് മമ്മൂക്കയുടെ ആ പ്രത്യേക ഗെറ്റപ്പാണ്. കറുപ്പ് ഷർട്ടും പാന്റുമിട്ട് ബുള്ളറ്റിലുള്ള വരവ് തന്നെ ആവേശം കൊള്ളിക്കുന്നതാണ്. പിന്നെ ചെവിയിലൊരു കടുക്കൻ, കയ്യിലൊരു കറുത്ത വാച്ച്, കഴുത്തിലൊരു മാല, ചിരിക്കാത്തൊരു പ്രകൃതം, പോലീസ് യൂണിഫോമിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരു പ്രത്യേക കഥാപാത്രം. ഈ വേഷപ്പകർച്ച അക്കാലത്ത് വലിയ തരംഗമായിരുന്നു. മമ്മൂക്കയുടെ ഡയലോഗ് ഡെലിവറിയിലും രഞ്ജിത്തിന്റെ വാക്കുകളിലെ മൂർച്ചയും ഇന്നും ഏറ്റവും അധികം ആരാധകർ ആഘോഷിക്കുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ഈ കഥാപാത്രത്തിന്റെ തിരിച്ചുവരവ് വലിയ ചർച്ചയായിട്ടുണ്ട്. പഴയ സിഗ്നേച്ചർ സ്റ്റൈലായ വേഷവും പ്രത്യേക ബിജിഎമ്മും വീണ്ടും സ്ക്രീനിൽ കാണുവാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. തുടരും സിനിമയിലെ വില്ലൻ പ്രകാശ് വർമ്മ നായകനാകുന്ന ഈ ചിത്രം കൊച്ചിയിലെ കുറച്ച് പോലീസുകാരുടെ കഥയാണ് പറയുന്നത്. ഉദയകൃഷ്ണയുടെ തിരക്കഥയും ശങ്കർ രാമകൃഷ്ണന്റെ സാന്നിധ്യവും സിനിമയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. ഇത് മമ്മൂക്കയുടെ മുഴുനീള വേഷമല്ലെങ്കിലും കഥയിൽ നിർണായകമായ ഒരു അതിഥി വേഷമാണ്. അഭിരാമി, സിദ്ദിഖ് എന്നിവരും സിനിമയിൽ പ്രധാന വേഷങ്ങളിലുണ്ട്. പുതുമുഖങ്ങളും സിനിമയുടെ ഭാഗമാകും. മമ്മൂക്കയുടെ ഭാഗങ്ങളുടെ ഷൂട്ടിംഗ് കൊച്ചിയിൽ പുരോഗമിച്ചു വരികയാണ്. കോട്ടയം CMS കോളേജും ഈ പടത്തിന്റെ പ്രധാന ലൊക്കേഷനാണ്. 1 വീക്ക് ഡേറ്റ് ആണ് താരം നൽകിയിരിക്കുന്നത്. വർഷങ്ങൾക്കിപ്പുറം ഈ കഥാപാത്രം വീണ്ടും വരുമ്പോൾ ഷൺമുഖന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടി എന്ന നടൻ കാലങ്ങൾക്കിപ്പുറവും ഷൺമുഖനെ എങ്ങനെ അവതരിപ്പിക്കും എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ആകർഷണം.